1893 മാർച്ച് 26 അൽബേനിയയുടെ വടക്ക് ഭാഗത്തുള്ള അൽബേനിയയിലെ സാപ്പ രൂപതയിലെ ഡാൻസ് ഡി സദ്രിമയിലാണ് ഡോൺ ജോൺ ഗസൂലിയുടെ ജനനം. 1905 ഷ്കോദറിലെ പൊന്തിഫിക്കൽ സെമിനാരിയിൽ ചേർന്ന അദ്ദേഹം പിന്നീട് റോമിലെ ഉർബനിയാന പൊന്തിഫിക്കൽ കോളേജിൽ ചേർന്നു. എന്നാൽ 1913 ക്ഷയരോഗബാധിതനായതിനാൽ സെമിനാരി വിടുവാൻ നിർബന്ധിതനായി. ആരോഗ്യം വീണ്ടെടുത്ത അദ്ദേഹം 1916, 1919 കാലയളവിൽ ഓസ്ട്രിയയിലെ വിയന്നയിൽ ജസ്യൂട്ട് സമൂഹത്തിലായിരുന്നു. എന്നാൽ വീണ്ടും രോഗബാധിതനായതിനാൽ അൽബേനിയയിലേക്ക് തിരിച്ചു പോവുകയും 1919 ആഗസ്റ്റ് 4 പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. അക്കാലത്തെ അൽബേനിയയുടെ പ്രസിഡന്റ് അജ്മത് കത്തോലിക്ക സഭയോട് കനത്ത വിദ്വേഷം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾക്കനുസൃതം അജപാലന സേവനം ചെയ്യുന്ന വൈദികരോട് അദ്ദേഹം ശത്രുത പുലർത്തിയിരുന്നു. 1926 നവംബറിൽ പൊട്ടിപ്പുറപ്പെട്ട സ്ലോഗോ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദിത്തം ഇടവക വികാരിയായ ഫാദർ ഗസൂലിയുടെ മേൽ ആരോപിക്കുകയും 1926 ഡിസംബർ 26 അദ്ദേഹത്തെ തടവിലാക്കുകയും ചെയ്തു. മതപീഡനം മറച്ചുവെക്കുന്നതിന് ലഹളയുടെ കാരണക്കാരനാക്കി രാഷ്ട്രീയ കോടതി 1927 ഫെബ്രുവരി 10 അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. 1927 മാർച്ച് 5 ഷ്കോദറിൽ വെച്ച് ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയായിരുന്നു. ജീവശ്വാസം വെടിയുന്നതിന് മുൻപ് ജോൺ ഗസൂലിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഞാൻ നിരപരാധിയായി ജീവൻ വെടിയുന്നു. നമ്മുടെ രാജാവായ ക്രിസ്തു നീണാൽ വാഴട്ടെ. കത്തോലിക്ക സഭ നീണാൽ വാഴട്ടെ. മാർപ്പാപ്പ നീണാൽ വാഴട്ടെ.